Greetings to you all in the precious name of our Lord and Savior Jesus Christ. ഈ സന്ധ്യാസമയത്ത് ഒരുമിച്ച് വചനത്തിനു മുമ്പാകെ ഇരിപ്പാൻ ദൈവം തന്നിരിക്കുന്ന ഈ ധന്യ നിമിഷത്തെ ഓർത്ത് സ്തുതി സ്തോത്രം അർപ്പിക്കുകയത്രേ ചെയ്യുന്നത്. ഈ സന്ധ്യാ സമയത്തെ ധ്യാനത്തിനായി പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം, വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം, ഒന്നാം അധ്യായം, അതിന് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ നമുക്ക് വായിക്കാം. The first epistle of Peter, chapter 1, verses 3 to 5. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണായ്ക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പാടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. Praise be to the God and Father of our Lord Jesus Christ. In His great mercy, He has given us new birth into a living hope through the resurrection of Jesus Christ from the dead, and into an inheritance that can never perish, spoil or fade. This inheritance is kept in heaven for you, who through faith are shielded by God's power until the coming of the salvation that is ready to be revealed at the last time. പ്രാർത്ഥിക്കാം. Let's pray. വചനമായിരിക്കും ഞങ്ങളുടെ ദൈവമേ, നിന്റെ വചനം ധ്യാനിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ബലഹീനനായ അടിയനെയും ബലഹീനരായ ഈ നിന്റെ മക്കളെയും ഒരുപോലെ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിഴലിൽ നീ കാത്ത് പരിപാലിക്കാമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവനും സത്യവും, നിന്റെ വചനം ഞങ്ങൾക്ക് തരുന്ന ധൈര്യവും പ്രത്യാശയും അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ ശക്തീകരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ പിതാവേ, അല്പസമയം നിന്നെ സന്നിധിക്കട്ടെ. നിന്റെ ദിവ്യമായ പ്രത്യാശയിൽ ഞങ്ങൾ നടത്തണം. മാനവമഹത്വം നീ മാത്രം എടുക്കണം. യേശു ക്രിസ്തുവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. So we are meditating on the first epistle of Peter, chapter 1. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് ഈ ഭാഗം ചിന്തിച്ചപ്പോൾ, especially the first 2 verses, when we pondered upon, we found the priceless privileges that God has given us and that Peter is explaining to the people. അമൂല്യമായ പദവികൾ ഏതൊക്കെയാണെന്ന് വളരെ ശ്രേഷ്ഠമായി പ്രഖ്യാപിക്കുന്നതായിട്ട് നാം കാണുകയാണ്. That includes the God's elect or the chosen one. We included as in the plan of God, sprinkled with His blood, experiencing grace and peace in abundance. അതോടൊപ്പം തന്നെ we also discussed the inescapable responsibility that we ought to undertake. ഒഴിവാക്കാമല്ലാത്ത ഉത്തരവാദിത്വം എന്താണെന്നും ഇതിനോട് ചേർന്ന് കഴിഞ്ഞ വാക്യങ്ങളിൽ നാം മനസ്സിലാക്കുക എത്രേ ചെയ്തത്. 2 കാര്യം അത് നോക്കിയത് സാന്റിഫിക്കേഷൻ ആൻഡ് ഒബീഡിയൻസ്, ശുദ്ധീകരണവും അനുസരണത്തെ കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. Now when we go through the further part, again the same theme is applicable. The priceless privileges that we are experiencing or we will experience in the future. നാം അനുഭവിക്കുന്ന അമൂല്യമായ പദ്ധതികൾ, അതിനെ കുറിച്ച് ധാരാളമായ കാര്യം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. The priceless
privileges that as Christians, as a faithful community of God, will be experiencing now and in the future. When we come to verse 3 to 5, this 3 to 5 also explains some of the priceless privileges that we experience in our life. മൂന്നാമത്തെ വാക്യം എങ്ങനെയാണ് തുടങ്ങുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. Praise be to God and Father of our Lord Jesus Christ എന്ന് പറഞ്ഞാണ് ഈ ഭാഗം തുടങ്ങുന്നത്. Especially when we look at the English translation, ഇംഗ്ലീഷ് പരിഭാഷ പുസ്തകമൊക്കെ നോക്കുമ്പോൾ ഇവിടെ നിന്നാണ് ജനത്തോട് അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ജനത്തോട് അഭിസംബോധന ചെയ്ത് ആരംഭിക്കുന്നത്. എങ്ങനെയാ പറയുന്നത്? Praise be to God and Father of our Lord Jesus Christ. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരംഭിക്കുകയത്ര ചെയ്യുന്നത്. Don't forget the situation that they were in. ആ കോണ്ടെക്സ്റ്റ് ഒരിക്കലും മറക്കല്ലേ. As you read through the portions, we should link it with the experiences that the people were going through. Experience of exile, പ്രവാസ കാലം, അതിനെ കുറിച്ചൊക്കെ നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. Experience of exile, the persecution, the oppression as a faith community they are going through. ഇതിന് മധ്യയാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് praise be to God. See, this is a challenge that Peter is giving us. In spite of all the turmoils and all the afflictions that the people there are going through, പത്രോസ് പറയുകയാണ് ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലും we must be able to give praise to God. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ സാധ്യമായി തീരണം എന്നാണ്. In spite of the afflictions that you go through. ഇത് ഒരു ചാലഞ്ചാണ്. This is a challenge. This is not easy in our life to follow. ദൈവത്തിന് വേദനയുടെ മധ്യേ സ്തുതി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ it is beyond a normal person can do. But as a child of God, ഒരു വിശ്വാസി എന്ന നിലയിൽ, as a faithful community, it is one of the inescapable responsibility that we have to follow in our life. ഇതൊരു ചാലഞ്ചാണ്. എന്നാൽ ഈ ചാലഞ്ച് ഏറ്റെടുക്കുവാനാണ് പത്രോസ് ഇവിടെ ജനങ്ങളോട് പറയുന്നത്. Further on we'll go and we'll understand the various priceless privileges that this portion is showing us. ഇവിടെ വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുന്നത് inheritance എന്ന വാക്കാണ്. We'll find that in the verses, especially verse 3, verse 4 in the English Bible, and also verse 5 in the Malayalam Bible. അവകാശം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവകാശം the great inheritance എന്നാണ് ഇവിടെ വാക്ക് ഉപയോഗിക്കുന്നത്. So this portion, especially that small part, verse 3 to 5, speaks about the inheritance that we experience or will be given in the life. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കാൻ പോകുന്ന ഇൻഹെറിറ്റൻസിനെ കുറിച്ച് വളരെ ശക്തമായി ഇവിടെ പ്രഖ്യാപിക്കുകയത്രേ ചെയ്യുന്നത്. എന്താണ് ഇൻഹെറിറ്റൻസ്? വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടുന്ന ഒന്നാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റഡ് എന്ന് പറയും അല്ലെ? ചില സ്വഭാവങ്ങളോ അല്ലെ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പല സ്വത്തുക്കളോ Okay, sorry, I just got disconnected. എന്നെ കേൾക്കാമോ?
Yes, Acha. Okay, thank you. കേൾക്കാം. So ഈ ഒരു ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. I just go forward. രണ്ട് തരത്തിലുള്ള ഇൻഹെറിറ്റൻസിനെ കുറിച്ച് ഇവിടെ പത്രോസ് പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് ന്യൂ ബർത്ത് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ന്യൂ ബർത്ത്. In his great mercy he has given us new birth എന്ന വാക്ക് ഉപയോഗിക്കുകയാണ്. മൂന്നാമത്തെ വാക്യത്തിലാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ. എന്നാൽ മലയാള വേദപുസ്തകത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. എക്സ്പീരിയൻസ് ഓഫ് ന്യൂ ബർത്ത്. Here Peter is saying this is the inheritance that God is giving us. എന്താണ് ന്യൂ ബർത്ത്? വീണ്ടും ജനിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിലാണ് യേശുവും നിക്കോദിമോസ് തമ്മിലുള്ള സംസാരം നടക്കുന്നത്. The conversation between Jesus and Nicodemus. And those portion very clearly explains what is being born again. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇത് നിരന്തരമായി നടക്കേണ്ട ഒരു സംഭവമാണ്. ഒരു പുതിയൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക, പുതിയൊരു ഐഡന്റിറ്റി നമ്മുടെ ജീവിതത്തിൽ ലഭ്യമായി തീരുക കർത്താവ് യേശുക്രിസ്തുവിൽ കൂടി നടക്കുന്നു എന്നാണ്. A clear example is the Canaanite woman and Zacchaeus. സക്കായും the Canaanite woman, കനാനിയ സ്ത്രീയും ആണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം. ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട, അല്ലെ ജീവിതത്തിൽ സമൂഹത്തിൽ നിന്ന് വളരെ അകന്നിരുന്ന ഒരു ജീവിതാനുഭവമായിരുന്നു ഇവർ രണ്ടുപേർക്കും. ബട്ട് വൺസ് ദേ എൻകൗണ്ടേർഡ് ജീസസ്, അവർക്ക് പുതിയൊരു വ്യക്തിത്വം കിട്ടിയതാണ്. എ ന്യൂ ബർത്ത്, എ ന്യൂ ലൈഫ്. അവർക്ക് രണ്ടുപേരെയും അഭിസംബോധന ചെയ്യുന്നത് കർത്താവ് യേശുക്രിസ്തു ഇങ്ങനാണ്: ഇവനും അബ്രഹാമിന്റെ മകൻ എന്നും ഇവളും അബ്രഹാമിന്റെ മകൾ എന്നതാണ്. പ്രിയമുള്ളവരെ, ദിസ് ഇസ് ദ ന്യൂ ബർത്ത്. ഇത് കർത്താവ് യേശുക്രിസ്തുവിൽ കൂടി ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. In the baptism ceremony also, we during the ceremony, during the sacrament also, we emphasize on this new birth. വീണ്ടും ജനനത്തെ കുറിച്ച് emphasize ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി മാമോദിസ ശുശ്രൂഷ കഴിഞ്ഞ് മുമ്പോട്ട് വന്ന് ഉള്ള പ്രത്യേകമുള്ള പ്രാർത്ഥനയിലൊക്കെ, ആ പ്രാർത്ഥനയൊക്കെ വായിക്കുമ്പോൾ വീണ്ടും ജനനത്താലുള്ള സ്നാനം എന്നൊക്കെ വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് യേശുക്രിസ്തുവിൽ കൂടിയാണ് ഈ ഒരു പദവി, ഈ ഒരു ഇൻഹെറിറ്റൻസ് കിട്ടുന്നത് എന്ന് സ്പഷ്ടമാണ്. രണ്ടാമതായിട്ട് എന്താ പറയുന്നത്? The second great inheritance that this portion talks about is the living hope എന്നാണ്. മൂന്നാമത്തെ വാക്യത്തിൽ verse 3 it says new birth into a living hope. In his great mercy he has given us new birth into a living hope. മലയാള പരിഭാഷയിലും മൂന്നാമത്തെ വാക്യത്തിൽ തന്നെയാണ് നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ജീവനുള്ള പ്രത്യാശയ്ക്കായി. എന്റെ ഒരു ചോദ്യം, the question that I have, ജീവനുള്ള പ്രത്യാശ, living hope, does that mean is there a dead hope? ജീവൻ ഇല്ലാത്തൊരു പ്രത്യാശ ഉണ്ടോ? ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഈ ലോകം ഒരുപക്ഷെ നൽകുന്നത് വാക്കുകൾ കൂടിയും അനുഭവങ്ങളിൽ കൂടിയൊക്കെ നൽകുന്ന ധൈര്യങ്ങളൊക്കെ, അതിനൊക്കെ ചില ലിമിറ്റ് ഉണ്ട്. ഇന്ന് നൽകുന്ന വാക്കല്ലായിരിക്കും ഒരുപക്ഷെ ലോകം നാളെ നൽകുന്നത്. The assurance that we get today might not be the same that we should expect to get tomorrow. The assurance that the world gives. ഇന്ന് നിങ്ങൾക്ക് കുഴപ്പമില്ല, നാളെ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടം അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. നാളെ പറയും ഇല്ല, ഇഷ്ടം അനുസരിച്ച് കാര്യം ചെയ്യാൻ ഒക്കത്തില്ല, അല്ലേ? ഇന്നത്തേക്ക് അനുഭവം നമുക്കറിയാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, the hope that the world gives always has limits. പരിമിതികളുണ്ട്. പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ അത് ജീവനുള്ളത് എന്ന് പറയാൻ ഒക്കത്തില്ല.
എന്നാൽ ജീവനുള്ള പ്രത്യാശ ദൈവത്താൽ മാത്രമാണ് ലഭിക്കുന്നത് എന്ന് ഈ ഭാഗം നമ്മെ സൂചിപ്പിക്കുകയാണ്. സോ ദ ന്യൂ ബർത്ത് ആൻഡ് ദ ലിവിംഗ് ഹോപ്പ്. രണ്ടാമതായിട്ട് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് what is the source of this inheritance, or from where do we get this inheritance? ഏത് മാർഗത്താലാണ് ഈ ഇൻഹെറിറ്റൻസ്, ഈ അവകാശം നമുക്ക് ലഭിക്കുന്നത്? What should I do to receive this inheritance? അതൊരു ചോദ്യമാണ്. ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടേണ്ട അവകാശങ്ങളൊക്കെ നമ്മൾ കിട്ടുമ്പോൾ അതെപ്പോഴെങ്കിലും നമ്മൾ വില കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? Have we ever given a price to get the inheritance that we are supposed to receive from our parents and our grandparents? ഒരിക്കലുമല്ല. അതെപ്പോഴും ഫ്രീയാണ്. അത് നമുക്കുള്ളതാണ്, അവകാശമായുള്ളത്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ടത് നമുക്ക് അവകാശമുള്ളതാണ്. ഇവിടും ആ ഒരു അനുഭവമാണ് ഉള്ളത് എന്ന് സത്യമാണ്. രണ്ട് സോഴ്സ് അവിടെ പറയുന്നു. ഒന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഹിസ് ഗ്രേറ്റ് മേഴ്സി. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഹിസ് ഗ്രേസ് മേഴ്സി. മൂന്നാമത്തെ വാക്യത്തിൽ തന്നെ ഉണ്ട്, ഇൻ ഹിസ് ഗ്രേറ്റ് മേഴ്സി ഹി ഹാസ് ഗിവൻ us this new birth എന്നാണ് പറയുന്നത്. തന്റെ കരുണാധിക്യ പ്രകാരം എന്നാ പറയുന്നത്. തന്റെ കരുണ പ്രകാരം ലഭിച്ചിരിക്കുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുകയത്രേ ചെയ്യുന്നത്. We have received it out of grace, out of mercy. See, when we look at the life of Jesus and Jesus healing those who were sick, രോഗികളായിരിക്കുന്നവരെ ദൈവം കർത്താവ് യേശുക്രിസ്തു സൗഖ്യപ്പെടുത്തുമ്പോൾ അവിടെ എല്ലാം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, he was filled with mercy. Another word that is used for mercy is compassion, ദയ. ഇവിടെ ഉപയോഗിക്കുകയാണ്, കരുണാധിക്യത്താലാണ് ലഭിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് കരുണ, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് mercy. ഒരു കണക്കിന് ജീവിതത്തിന്റെ രോഗാവസ്ഥയിൽ നിന്ന് ലോകം കൈവിട്ടപ്പോൾ സൗഖ്യം ലഭിച്ചവർ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ ദൈവത്തിന്റെ കരുണ അനുഭവിച്ചവരാണ്. If anyone has experienced the healing touch of God that the world couldn't give, they have experienced His great mercy എന്നതെപ്പോഴും നാം ഓർക്കണം. And mercy is something that God gives out. വളരെ in abundance നൽകുന്ന ഒന്നാണ് ഈ കരുണ എന്നെപ്പോഴും നാം ഓർക്കണം. We had studied on James chapter 2 verse 13. അവിടെ എന്താ പറയുന്നത്? യാക്കോബിന്റെ പുസ്തകം 2-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. Mercy triumphs over judgment. See, even in judgment, ന്യായം പ്രഖ്യാപിക്കുന്ന സമയത്തും ദൈവത്തിന്റെ mercy, ദൈവത്തിന്റെ കരുണ അതെപ്പോഴും മുമ്പിലിരിക്കുന്നു എന്ന് നാം ഓർക്കണം. Lord, have mercy എന്നതുകൊണ്ട് തന്നെയാണ് ആ വാക്കിന് പ്രസക്തിയുള്ളത്. കുരിയലൈസോൺ എന്നാണ് the Syriac translation. God have mercy when we cry. My dear beloved, the significance we find is this, because it is His mercy that we are experiencing the living hope and the new birth. ഇത് അവന്റെ വലിയ ദയയാണ്, കൃപയാണ്. രണ്ടാമതായിട്ട് എന്താണ് the source of inheritance? അവിടെ പറയുന്നത് verse 3 itself, it says, through the resurrection of Jesus Christ from the death.
മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ. See, resurrection of Christ Jesus from the dead. Verse 3. So what is the source of inheritance? It is the resurrection, death and resurrection of Christ Jesus. പ്രിയമുള്ളവരെ, വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിൽ നമ്മുടെ വലിയ പ്രവർത്തനമൊന്നും ഇല്ല. അതിന്റെ അപ്പുറമാണ് ദൈവത്തിന്റെ ദയ, അതിന്റെ അപ്പുറമാണ് ദൈവത്തിന്റെ കരുണ. It is beyond what we do. ഇത് ദൈവം സൗജന്യമായി നമുക്ക് നൽകുകയത്രേ ചെയ്യുന്നത്. It is given out of free. Just as we have experienced our family inheritance, the inheritance of faith, Christ is giving to each and every one of us out of mercy, the resurrection and death and resurrection of Christ Jesus. പ്രിയമുള്ളവരെ, ഇത് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമായി തീരണം. The third thing that this portion says about is there is some particularity of this inheritance. ഈ അവകാശത്തിന്റെ ചില പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകത? ഇംഗ്ലീഷ് തർജിമയിൽ 4-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത്, മലയാള തർജിമയിൽ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: An inheritance that can never perish, spoil or fade. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശമാണ് നൽകിയിരിക്കുന്നത്. Never perish, spoil or fade. ഓ, എന്തൊരു അവകാശമാണ്! What an experience that is. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ there is no expiry date എന്നാണ്. There is no expiry date. അതാണ് ദൈവം തരുന്ന അവകാശം. This is a priceless privilege, my dear. This is a priceless privilege. അമൂല്യമായ പദവിയാണിത്. ഒരുപക്ഷെ ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സ് എപ്പോഴും, നമ്മൾ കഴിഞ്ഞ യാക്കോബിന്റെ പുസ്തകം വായിച്ചപ്പോൾ അവിടെ 5-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യമാണ് മനസ്സിലാക്കുന്നത്. Your wealth has rotted, moths have eaten the clothes, gold and silver are corroded എന്ന വാക്കാണ് അതോട് ചേർന്ന് എന്റെ മനസ്സിൽ വരുന്നത്. സി, വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ധനമൊക്കെ ഇല്ലേ, they get rotted. 5-ാമത്തെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവഴിച്ചും ഒന്നും വെള്ളിയും കരപിടിച്ചും പോകുന്ന അനുഭവത്തെക്കുറിച്ച് യാക്കോബ് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം കാണുന്നത് the inheritance that is never perished, spoiled or fade. ഈ ലോകത്തിൽ ആശ്രയിക്കുമ്പോൾ അതിനെല്ലാം നേരത്തെ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എന്നാൽ അതില്ലാത്ത ഒന്നാണ് ദൈവം നമുക്ക് നൽകുന്ന ജീവനുള്ള പ്രത്യാശ, ദൈവം നമുക്ക് നൽകുന്ന പുതുജനനം. ഇത് സ്വീകരിക്കുവാൻ സാധ്യമായി തീരും. ഇത് ആർക്കാണ് ലഭിക്കുന്നത് അതും പറയുന്നുണ്ട്. ആർക്കാണ് ലഭിക്കുന്നത് എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. 5-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം പറയുന്നത് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: Who through faith are shielded by God's power. Through faith are shielded by God's power. അല്ലേ? ഇവിടെ പറയുകയാണ്, വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറയുക. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുക. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ഒന്നാണ് വിശ്വാസം എന്ന്. ഫെയ്ത്ത്. വിശ്വാസം എത്ര മൂല്യമുള്ളതാണെന്ന് നാം തിരിച്ചറിയുക. സോ വാട്ട് ഇസ് ദി കോൺസിക്വൻസ് ഓർ വാട്ട് ഇസ് ദി റിസൾട്ട് ഓഫ് ഫെയ്ത്ത് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എല്ലാം നിങ്ങൾക്ക് പറയാൻ നോക്കും. ദ ഗ്രേറ്റ് ഇൻഹെറിറ്റൻസ്, ദ ന്യൂ ബർത്ത്, ദ ലിവിംഗ് ഹോപ്പ് that is never spoiled, perished or fade, that we receive out of His mercy, out of the resurrection of Christ Jesus from dead. Faith, അതിന്റെ ശക്തി എത്രമാത്രമാണ് എന്ന് നാം ഓർക്കണം. പ്രിയമുള്ളവരെ, അത് ഒരുപക്ഷെ ഈ ലോകത്തിന്റെ ഒരു ഘടനയിൽ മാത്രം നിൽക്കുന്നല്ല.
That is not something that is enbounded just in the worldly space. That is beyond our worldly space. നിത്യമായ അനുഭവത്തിൽ കൂടിയും അത് അനുഭവിക്കുവാൻ സാധ്യമായി തീരുന്നു എന്ന് പറയുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ഒരു കോമൺ വാചകമാണ് സാധാരണ കേൾക്കുന്നത്. നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. Your faith has made you well. നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നാളുകൾ നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ മധ്യേ വിശ്വാസത്തിൽ വളരുവാൻ, the faith that is shielded by the power of God എന്നുണ്ടാകുവാൻ സാധ്യമായി തീർന്നു. There are many of us who are going to anxious moments, especially when the state has permitted to open, though the county hasn't. The state has permitted to open. കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ മുമ്പോട്ട് പോകാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇനിയും especially those who are in the businesses and those who are in the other sectors, ഇനിയും എന്താകും എന്ന് ചിന്തിച്ച് ഭയപ്പെടുന്നവരുണ്ട്. Now what's going to happen? പ്രിയമുള്ളവരെ, ഇവിടാണ് we should be an example for the others in faith. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ധൈര്യത്തോടെ, വളരെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്താണെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ സന്ധ്യാസമയം ഞാൻ പ്രാർത്ഥിക്കുകയത്രേ ചെയ്യുന്നു. ഇന്ന് പകൽ സമയം എനിക്ക് കിട്ടിയ ഒരു വീഡിയോ, പേഴ്സണലായിട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ്. സോ ഐ തോട്ട് ടു ലുക്ക് ഓൺ ഇറ്റ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൗദി അറേബ്യയിൽ ഒരു ആശുപത്രിയിൽ നടന്ന ഒരു സംഭവമാണ്. സൗദി അറേബ്യയിൽ ഒരു ആശുപത്രിയിൽ നടന്ന ഒരു സംഭവം. ജോബിൻ എന്ന 27-കാരൻ ക്ഷീണാവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയാണ്. And he is in ventilator in coma. ഈ ക്ഷീണാവസ്ഥയിൽ അഡ്മിറ്റ് ആകുമ്പോൾ there is no one to take care of him. അവനെ ശുശ്രൂഷ ചെയ്യുവാൻ അവിടെ ആരുമില്ല. None of the relatives are there, and it is understood that he is alone there. Relatives, they are all back in Kerala. Contact ചെയ്യാൻ ഒരു മാർഗമില്ല. But through some source, the nurse is able to one nurse is able to contact their relatives. ശരിക്കും പറഞ്ഞാൽ ആ നേഴ്സാണ് ഈ സാക്ഷ്യം പറയുന്നത്. നേഴ്സ് പറയുകയാണ്, she is saying when she first contacted the relatives, especially his wife, the only thing that she had to say was, don't expect him to live ahead. നാളെ ജീവനോട് കാണണം എന്നൊരിക്കലും പ്രതീക്ഷിച്ച് സംസാരിക്കല്ലേ എന്ന്. അങ്ങനെ വെച്ച് ത്രൂ വീഡിയോ കോൾ ഭാര്യയെ ഈ മകനെ കാണിക്കുകയാണ്. He is in coma. He doesn't realize anything. He is not able to move, or he is not able to respond. But one thing that nurse said, after a couple of such calls daily when she did, she found change happening in him. ചില വ്യത്യാസങ്ങൾ നടക്കുന്നതായിട്ട് ഈ നേഴ്സ് കാണുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ആ നേഴ്സിന്റെ ഒരു സംസാരം, അപേക്ഷ, മകനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്നാണ്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത്, that is the power of faith. അതാണ് വിശ്വാസത്തിന്റെ ഒരു അമൂല്യമായ ബലം, അമൂല്യമായ ശക്തി. ആരുടെ വിശ്വാസം? ഈ നഴ്സിന്റെ ഒരു പക്ഷത്തും വീട്ടിലായിരുന്ന ഭാര്യയുടെ മറ്റേടത്തും. Miracles can happen. അങ്ങനെ ആണെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമായി തീരുകയത്രേ ചെയ്യേണ്ടത്.
ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവം നൽകുന്ന ഈ അമൂല്യമായ പദവികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് സ്തുതി അർപ്പിക്കാം.